തിരുവനന്തപുരം കാട്ടാക്കടയിൽ വിദ്യാർത്ഥിയെ സ്കൂളിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തി. കുറ്റിച്ചൽ വൊക്കേഷണൽ ആൻഡ് ഹയർ സെക്കൻഡറി സ്കൂൾ വിദ്യാർത്ഥിയായ എരുമക്കുഴി സ്വദേശി ബെൻസൺ എബ്രഹാമാണ് മരിച്ചത്. കൂടുതൽ വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് അഞ്ജു ജയപ്രകാശ് ചേരുന്നു. അഞ്ജു, എത്ര മണിയോടെ കുട്ടി മരിച്ചു എന്നുള്ളതാണ് പുറത്തുവരുന്ന വിവരം? എപ്പോഴാണ് തൂങ്ങി മരിച്ച നിലയിൽ കുട്ടിയെ കണ്ടെത്തിയിരിക്കുന്നത്? ലക്ഷ്മി, ഈ കാട്ടാക്കട കുറ്റിച്ചാലിലെ +1 വിദ്യാർത്ഥിയാണ്. സ്കൂളിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയിരിക്കുന്നത്. തൂങ്ങി മരിച്ച നിലയിലാണ് കണ്ടെത്തിയത്. സ്കൂൾ അധികൃതർ വന്ന് ക്ലാസ് റൂം സ്കൂൾ തുറക്കുന്ന സമയത്ത്, അതായത് അപ്പോഴാണ് കുട്ടിയെ മരിച്ച നിലയിൽ കണ്ടെത്തുന്നത്. ഇപ്പോൾ ബന്ധുക്കൾ ഉൾപ്പെടെ സ്ഥലത്തെത്തി, പോലീസ് ഉൾപ്പെടെ സ്ഥലത്തെത്തിയിട്ടുണ്ട്. അതായത് ഇന്നലെ രാത്രിയോടുകൂടി ഈ കുട്ടിയെ കാണാനില്ലായിരുന്നു എന്നൊരു പരാതി നെയ്യാർ പോലീസ് സ്റ്റേഷനിൽ നൽകിയിട്ടുണ്ടായിരുന്നു. അതിന്റെ ഭാഗമായി പോലീസ് അന്വേഷണം നടത്തുന്നതിനിടയിലാണ് കാട്ടാക്കട പോലീസ് സ്റ്റേഷൻ പരിധിയിൽ ഇതേ സ്കൂളിൽ കുട്ടി പഠിക്കുന്ന കാട്ടാക്കടയിലുള്ള കുറ്റിച്ചൽ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ കുട്ടിയെ മരിച്ച നിലയിൽ കണ്ടെത്തുന്നത്. അതായത് കുട്ടി അധികം രാത്രിയൊക്കെ വൈകിട്ടാണ്, ഈ ജിമ്മിലൊക്കെ പോയിട്ട് വൈകിട്ടാണ് വീട്ടിലെത്താറുണ്ടായിരുന്നത്. അതുകൊണ്ട് രക്ഷിതാക്കൾ ഈ 12 മണിയായിട്ടും കാണാത്തതിനെ തുടർന്ന് അത്തരം അന്വേഷിച്ചിട്ടുണ്ടായില്ല. പിന്നീട് വീട്ടിൽ എത്താത്തതിനെ തുടർന്ന് ഫോൺ വിളിച്ചിട്ടുണ്ടായിരുന്നു. അത്തരം ഫോൺ കോളുകൾ എടുക്കാത്തതിനെ തുടർന്ന് അന്വേഷണം നടത്തുകയായിരുന്നു. ആ അന്വേഷണമാണ് നെയ്യാർ പോലീസ് സ്റ്റേഷനിലേക്ക് പരാതിയായി എത്തിയത്. അതിനെ തുടർന്ന് ആ അന്വേഷണം നടക്കുന്നതിനിടയിലാണ് രാവിലെ ഇതേ സ്കൂളിൽ, കുഞ്ഞു പഠിക്കുന്ന സ്കൂളിൽ ഇത്തരത്തിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തുന്നത്. ഇപ്പോൾ മൃതദേഹം പോസ്റ്റ്മോർട്ടം നടപടികൾക്കായിട്ട് മാറ്റുകയാണ്. ലക്ഷ്മി, കുട്ടി സ്കൂളിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയിരിക്കുന്നു. എന്താണ് ഇതിന് പിന്നിൽ എന്നൊക്കെയുള്ള കാര്യങ്ങൾ ഇനി പുറത്തേക്ക് വരേണ്ടതുണ്ട്. അഞ്ജു ജയപ്രകാശാണ് തിരുവനന്തപുരത്ത് നിന്നും വിവരങ്ങൾ പങ്കുവച്ചത്. ഇപ്പോൾ